നമസ്കാരം. രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനായതിനു ശേഷം സംസ്ഥാന BJP നേതൃത്വത്തിൽ അടിമുടി മാറ്റമാണ്. ഇത് പലർക്കും ദഹിക്കുന്നില്ല. കാരണം BJPയുടെ പേരിൽ ആള് ചമഞ്ഞു നടന്ന പലരുടെയും പേരുകൾ ഇപ്പോൾ കേൾക്കാനേയില്ല. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫണ്ടിൽ തിരിമറി നടന്നു എന്നുള്ള വിവാദം കത്തി നിൽക്കുകയാണല്ലോ. ഔദ്യോഗിക വിരുദ്ധ വിഭാഗമാണ് ഇതിനു പിന്നിലുള്ളത് എന്നുള്ള കാര്യത്തിൽ ആർക്കും യാതൊരു തർക്കവുമില്ല. അറയിലും അമ്പലത്തിലും ആടി തഴക്കവും പഴക്കവും വന്ന ചിലരെ കൂട്ടുപിടിച്ച് BJPയുടെ പേരിൽ തിന്നു കൊഴുത്തു മതിച്ചു നടന്നിരുന്ന ചിലരുടെ കൊതിക്കെറുവാണ് ഈ വിവാദത്തിലൂടെ പുറത്തു വരുന്നത്. നന്ദി വേണ്ട, പക്ഷേ നന്ദികേട് കാണിക്കാതിരിക്കാം. എന്നാൽ പണിയെടുത്തു തിന്നു ശീലമില്ലാത്ത, പാർട്ടിയുടെ ചോരയും നീരും ഊറ്റിക്കുടിച്ച് ഇത്തിൽ കണ്ണികളായി ഇതുവരെ ജീവിച്ചവർക്ക് കൈയിട്ട് വാരാൻ നിയന്ത്രണമുണ്ടായപ്പോൾ കൊതിക്കെറിവുണ്ടാകുന്നത് സ്വാഭാവികം. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഫണ്ട് കൈകാര്യം ചെയ്ത് കൈയിട്ട് വാരി ശീലിച്ചവർക്ക് അതിന് കഴിയാതായതിനു ശേഷമാണ് ഈ വിവാദം ഉയർന്നത്. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫണ്ട് കൈകാര്യം ചെയ്തത് സംസ്ഥാന അധ്യക്ഷന്റെ നേതൃത്വത്തിലുള്ള ടീമായിരുന്നു. രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനായിരിക്കുന്നിടത്തോളം കാലം തങ്ങളുടെ കഞ്ഞികുടി മുട്ടുമെന്ന് ചിലർക്ക് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ആ സ്ഥാനത്തു നിന്ന് മാറ്റേണ്ടത് അവരുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. ഇവർ പ്രധാനമായും ലക്ഷ്യമിടുന്നത് രാജീവ് ചന്ദ്രശേഖറും അഡ്വക്കേറ്റ് S. സുരേഷും ഷോൺ ജോർജും അനൂപ് ആന്റണിയും ഉൾപ്പെടെയുള്ളവരെയാണ്. ഈ 4 പേരെ ടാർഗറ്റ് ചെയ്യാനുള്ള ശ്രമമാണ് ബോധപൂർവം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഇതേക്കുറിച്ചുള്ള കുപ്രചരണങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. തെരഞ്ഞെടുപ്പ് ഫണ്ട് വെട്ടിച്ചു എന്ന് പ്രചരിപ്പിക്കുന്നവർ അവകാശപ്പെടുന്നത് സകല രേഖകളും തങ്ങളുടെ കൈവശം ഉണ്ട് എന്നാണ്. ശരിയായാലും തെറ്റായാലും ആ വാദം സമ്മതിക്കാം. അങ്ങനെയെങ്കിൽ സംസ്ഥാന അധ്യക്ഷൻ പോലും കണ്ടിട്ടില്ല എന്ന് പറയുന്ന സംസ്ഥാന ട്രഷററുടെ കൈവശം ഇരിക്കുന്ന ഓഡിറ്റ് റിപ്പോർട്ട് അടക്കമുള്ള രേഖകൾ എങ്ങനെയാണ് കണ്ട അണ്ടൻ്റെയും അടകോടൻ്റെയും കൈകളിലെത്തിയത്? അതിൻ്റെ ഉത്തരം പറയേണ്ടത് സംസ്ഥാന ട്രഷറർ തന്നെയാണ്. ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ള ചിലരെ കരിവാരി തേക്കാനും അവർ നേതൃതലങ്ങളിലേക്ക് എത്താതിരിക്കാനുമുള്ള ശ്രമം ചിലർ നടത്താൻ തുടങ്ങിയത് ഇന്നും ഇന്നലെയുമല്ല. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ ഏകോപിപ്പിക്കേണ്ടിയിരുന്നവർ തന്നെ അവിടെ ശോഭാ സുരേന്ദ്രൻ ജയിക്കരുത് എന്ന ഉദ്ദേശത്തോടെ പ്രവർത്തിച്ചു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അത് പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ കണ്ടവർക്ക് നന്നായി മനസ്സിലാകും. ശോഭാ സുരേന്ദ്രൻ പണം കൊടുത്ത് വോട്ട് വാങ്ങാൻ ശ്രമിച്ചെന്ന വിവാദമുണ്ടാക്കിയതും പാർട്ടിയിലുള്ള ചിലർ തന്നെയാണെന്ന് പറയേണ്ടി വരും. കാരണം ശോഭാ സുരേന്ദ്രനെയും ചിലർക്ക് ഭയമാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അന്നത്തെ BJP സംസ്ഥാന പ്രസിഡന്റായിരുന്ന K. സുരേന്ദ്രൻ 2 മണ്ഡലങ്ങളിലാണ് മത്സരിച്ചത്. മഞ്ചേശ്വരത്തും കോന്നിയിലും. രണ്ടിടത്തും തോറ്റു തൊപ്പിയിട്ടു. മഞ്ചേശ്വരത്ത് UDFന്റെ AKM അഷ്റഫിനോട് തോറ്റു. കോന്നിയിൽ LDFന്റെ KU ജനീഷ് കുമാറിനോട് തോറ്റു. അതെന്താ, BJPക്ക് വേണ്ടി മത്സരിക്കാൻ ആളെ കിട്ടാത്തത് കൊണ്ടാണോ 2 ഇടങ്ങളിൽ K. സുരേന്ദ്രൻ മത്സരിച്ചത്? 2 ഇടങ്ങളിലേക്കും BJPയിൽ നിന്ന് തെരഞ്ഞെടുപ്പ് ഫണ്ട് കിട്ടിയോ? ഫണ്ടിന് വേണ്ടിയാണോ അതോ പാർട്ടിക്ക് വേണ്ടിയാണോ സുരേന്ദ്രൻ 2 ഇടങ്ങളിൽ മത്സരിച്ചത്? 2021 തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിക്ക് 3 കോടി രൂപ വീതം BJP നൽകിയിട്ടുണ്ടെന്നാണ് അറിയുന്നത്. എന്നാൽ ചിലർക്ക് കിട്ടിയത് വെറും 30 ലക്ഷം മാത്രമായിരുന്നു എന്നും അന്ന് K. മുരളീധരൻ ആരോപണമുയർത്തിയിരുന്നു. ഇന്നത്തെ ആരോഗ്യമന്ത്രിയായിരിക്കുന്ന K. മുരളീധരൻ. ഇന്നിപ്പോൾ കൈയിട്ടുവാരൽ നടക്കുന്നില്ല. നന്ദി കെട്ടവരുടെ വാടക നാവായി മാറിയിരിക്കുന്നവരൊക്കെ ഈ അടുത്ത കാലം വരെ അഡ്വക്കേറ്റ് S. സുരേഷിൻ്റെയും ഭാര്യ അഡ്വക്കേറ്റ് അഞ്ജന ദേവിയുടെയും പിന്നാലെ വാലാട്ടി നടന്നവരാണെന്ന് നാട്ടുകാർക്കറിയില്ലെങ്കിലും BJPയുമായി അടുത്തു നിൽക്കുന്ന തലസ്ഥാനത്തുള്ള നേതാക്കൾക്കും പ്രവർത്തകർക്കും അറിയാം. അപ്പോൾ സംഗതി പച്ച മലയാളത്തിൽ പറഞ്ഞാൽ കൊതിക്കെറുവാണ്. ഇപ്പോൾ ഫണ്ട് തട്ടിപ്പ് വിവാദത്തിൻ്റെ ചുക്കാൻ പിടിക്കുന്ന ചിലരൊക്കെ സംസ്ഥാന BJPയിൽ, അതായത് മീഡിയ സെല്ലിലോ മറ്റോ കയറിപ്പറ്റാനുള്ള ചരടുവലികൾ നടത്തിയെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിനോട് ശുപാർശ ചെയ്തെന്നും പറഞ്ഞു കേൾക്കുന്നു. ശുപാർശ ചെയ്തവരെക്കുറിച്ചും ചെയ്യിച്ചവരെക്കുറിച്ചും വലിയ ധാരണയില്ലാത്തത് കൊണ്ടാണോ അതോ അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യാനാണോ എന്നറിയില്ല, രാജീവ് ചന്ദ്രശേഖർ പോസിറ്റീവായ മറുപടിയാണ് നൽകിയതത്രേ. എന്നാൽ ആ ശുപാർശയിൽ അദ്ദേഹം നടപടിയെടുത്തില്ല. അഡ്വക്കേറ്റ് S. സുരേഷ് രാജീവ് ചന്ദ്രശേഖറിനെ തെറ്റിദ്ധരിപ്പിച്ചത് കൊണ്ടാണ് തനിക്ക് കിട്ടേണ്ടിയിരുന്ന സ്ഥാനം കിട്ടാത്തതെന്ന് കോട്ടും തയ്പ്പിച്ച സംസ്ഥാന BJPയുടെ ഭാഗമാകാൻ കാത്തിരുന്നവർ ധരിക്കുകയോ തെറ്റിദ്ധരിക്കുകയോ ചെയ്തു. അതാണ് അഡ്വക്കേറ്റ് S. സുരേഷിനും ഭാര്യ അഞ്ജനാദേവിക്കും എതിരെയുള്ള ചിലരുടെ പകയ്ക്ക് കാരണമായി പറയപ്പെടുന്നത്. ഇനി അഥവാ അഡ്വക്കേറ്റ് സുരേഷ് രാജീവ് ചന്ദ്രശേഖറിനോട് ശുപാർശക്കാരെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞതുകൊണ്ടാണോ അവർക്ക് സ്ഥാനം കിട്ടാത്തതെങ്കിൽ അതിന് അഡ്വക്കേറ്റ് സുരേഷിനോട് കേരളത്തിലെ BJP അനുഭാവികൾ മാത്രമല്ല BJP എന്ന മഹാപ്രസ്ഥാനം ഒന്നാകെ കടപ്പെട്ടിരിക്കുന്നു. പാർട്ടിയോട് കൂറുള്ളവരാണെങ്കിൽ, പാർട്ടിയെ സ്നേഹിക്കുന്നവരാണെങ്കിൽ ഇത്തരത്തിലുള്ള വീഴ്പ്പലക്കലിന് കൂട്ടുനിൽക്കില്ല.
രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനാകുന്നതിന് മുമ്പ് കേരളത്തിൽ BJPക്ക് ഒരു സീറ്റെങ്കിലും നേടാൻ കഴിഞ്ഞിരുന്നു. നേമത്താകെ ഉണ്ടായിരുന്ന ഒരു സീറ്റ് കൂടി പോയി കിട്ടി എന്നതൊഴിച്ചാൽ ഒരു സീറ്റും നേടാൻ BJPക്ക് കഴിഞ്ഞില്ല. അതിനു കാരണം അന്ന് പാർട്ടിയെ നയിച്ചിരുന്നവരാണ്. അവർക്ക് വിജയമല്ലായിരുന്നു വലുത്. രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന ഘടകം എന്ന ലേബലിൽ പലതും ചെയ്യുക എന്നുള്ളതായിരുന്നു. 2019 ശബരിമല യുവതീ പ്രവേശനത്തിന് മാസങ്ങൾക്കു ശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് പോലും നേടാൻ BJPക്ക് കഴിഞ്ഞില്ല. ആചാര സംരക്ഷണമെന്നും വിശ്വാസികളുടെ വികാരമെന്നുമൊക്കെ പറഞ്ഞ് അന്ന് K. സുരേന്ദ്രൻ ശബരിമല സമരത്തിൽ കത്തിനിന്നു. അങ്ങനെ സംസ്ഥാന അധ്യക്ഷനുമായി. അതിനുശേഷം ഒരു ചുക്കും ചുണ്ണാമ്പും ചെയ്യാൻ സുരേന്ദ്രന് കഴിഞ്ഞില്ല, അല്ലെങ്കിൽ അതിന് അദ്ദേഹം തയ്യാറായില്ല. എന്നാൽ രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനായതിനു ശേഷം പല മാറ്റങ്ങളും സംസ്ഥാനത്ത് BJPക്കുണ്ടായി. ചരിത്രത്തിൽ ആദ്യമായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP 3 സീറ്റുകൾ നേടി. ഇനി അഥവാ ഫണ്ടുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളോ ആശങ്കകളോ ഉണ്ടെങ്കിൽ തന്നെ അത് പാർട്ടിക്കുള്ളിൽ തീർക്കണമായിരുന്നു. അതാണ് വേണ്ടിയിരുന്നത്. ഇവിടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ചോദ്യം, സംസ്ഥാന ട്രഷററുടെ കൈവശമിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫണ്ടിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ട് എങ്ങനെയാണ് മറ്റൊരാളുടെ കയ്യിലെത്തിയത് എന്നുള്ളതാണ്. അതിൻ്റെ ഉത്തരം അദ്ദേഹം തന്നെ പറയണം. ഇപ്പോഴുയർന്ന ഈ വിവാദത്തിൻ്റെ പ്രധാന ഉത്തരവാദി സംസ്ഥാന ട്രഷറർ തന്നെയാണ്. രാജീവ് ചന്ദ്രശേഖർ കൂടുതൽ ജാഗ്രത പാലിക്കണം. കയറൂരി വിട്ട കന്നുകാലിയെപ്പോലെ BJPയുടെ സംസ്ഥാന ഓഫീസിൻ്റെ തിണ്ണം നിരങ്ങുന്നവരെ നിയന്ത്രിക്കാൻ തയ്യാറാകണം. ഇല്ലെങ്കിൽ ഇത്തരം വിവാദങ്ങൾ ഇനിയും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. നഷ്ടപ്പെടാൻ ഒന്നുമില്ലാത്തവർക്ക് നിലയും വിലയുമുള്ളവൻ മുഖത്ത് കാർക്കിച്ചു തുപ്പിയാൽ അതും ഒരു പുരസ്കാരമാണ്. എന്തായാലും ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ വിദേശത്തു നിന്ന് എത്തിയതിനു ശേഷം പാർട്ടിയിലെ കുലം കുത്തികൾക്കെതിരെ എന്തു നടപടിയാണ് സ്വീകരിക്കുന്നതെന്ന് കണ്ടറിയാം.